أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا ومرشدنا محمدا صلى الله عليه وسلم رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله العلي العظيم. استحيوا من الله حق الحياء فقالوا إنا نستحيي من الله يا نبي الله والحمد لله. وليس ذلك ولكن من استحيا من الله حق الحياء فليحفظ الرأس وما وعى وليحفظ البطن وما حوى وليذكر الموت والبلاء. ومن أراد الآخرة ترك زينة الحياة الدنيا ومن فعل ذلك فقد استحق الحياء. صدق رسول الله. فبشرى لمن صلى على خير مرسلين بفوز عظيم في الدنيا ثم في الحشر. فيا رب نور بالصلاة ضريحه يفوه عليه أعبق المسك والعطر. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ عبد الله مولى القادر. لا إله إلا الله لا إله إلا الله محمد سرت في الدنيا لأرباب الولاية مركزا
المدد يا شيخ عبد الله مولى القادر لا إله إلا الله لا إله منكم قد صار في الدنيا الرشاد بينا المدد يا شيخ عبد الله مولى القادر لا إله إلا الله لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. ആത്മസംസ്കരണം എന്ന മഹത്തായ ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുവാനാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ആത്മാവിനെ സംസ്കരിക്കാൻ പറ്റിയ മാസങ്ങളും ദിവസങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കാനുള്ള മനസ്സ് എല്ലാവരും കാണിക്കണമെന്നാണ് ആദ്യമായി എന്റെ ശരീരത്തോടും രണ്ടാമതായിക്കൊണ്ട് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോടും ഉണർത്താനുള്ളത്. നമ്മളെല്ലാവരും വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ വസ്ത്രത്തെയും നമ്മുടെ വീടിനെയും ചുറ്റുപാടുകളെയും ഒക്കെ എല്ലാ അഴുക്കുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ ശുദ്ധീകരിക്കുന്നത്. ഈ വിശുദ്ധി എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകമാണ്. നന്മയുടെ മുഖം അതിന്റെ അകം പോലെ തന്നെ എവിടെയും എല്ലാ സമയത്തും നിഷ്കളങ്കവും നിഷ്കപടവുമാണ്. സനാതന മൂല്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന മഹാനായ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധിയെ നിർവചിച്ചിട്ടുണ്ട്, വിശുദ്ധിയെ വിശദീകരിച്ചിട്ടുണ്ട്, പ്രതീകവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിശുദ്ധിയുടെ നേരെ എതിരായ അഴുക്ക് എന്ന് പറയുന്നത് അത് മലിനമാണ്, കളങ്കവും ആണ്. വെള്ളവസ്ത്രത്തിലും തെളിഞ്ഞ ഹൃദയത്തിലും തിളക്കമാർന്ന സ്ഫടികത്തിലും ഒരൽപ്പം അഴുക്ക് ആയാൽ തന്നെ അത് കൂടുതലില്ലെങ്കിലും എടുത്തു കാണിക്കുന്ന ഒരു സ്വഭാവം അഴുക്കിനിക്കുണ്ട്. എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും അശുദ്ധ ജീവിതങ്ങൾ നയിച്ച സമൂഹം ലോകത്ത് ധാരാളം കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ വിശുദ്ധിയെ പഠനവിധേയമാക്കി ജീവിതം കൊണ്ട് അർത്ഥതലങ്ങൾ നൽകുകയും ചെയ്തു. ആ കാലം മുതൽ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കും ജീവിതങ്ങളിൽ നിന്ന് ജീവിതങ്ങളിലേക്കും വിശുദ്ധി എന്ന് പറയുന്നത് ഒരു തീർത്ത പ്രവാഹമായി അനുസൃതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധിയുടെ 4 ഘട്ടങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ദീനിന്റെ അഇമ്മത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ബാഹ്യ ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും വൃത്തിയാക്കുക. വിശുദ്ധിയുടെ ഒന്നാമത്തെ ഘട്ടം അതാണ്. രണ്ടാമത്തേത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക, കാത്തു സൂക്ഷിക്കുക. മൂന്നാമത്തേത്, മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തെ എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും സ്ഫുടം ചെയ്തെടുക്കുക. നാലാമത്തേത്, അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിൽ കുടിയിരുത്തിക്കൊണ്ട്
മറ്റ് ഐഹികമായ താൽപര്യങ്ങളിൽ നിന്നും വില കുറഞ്ഞ വിചാരങ്ങളിൽ നിന്നും ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുക. മഹാന്മാരായ ദീനിന്റെ അയിമ്മത്ത് പഠിപ്പിച്ചു തന്ന വിശുദ്ധിയുടെ ഈ 4 ഘട്ടങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇതൊക്കെ പരസ്പരം പൂരകങ്ങളാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഹൃദയത്തെ എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും സംസ്കരിച്ചെടുക്കുക എന്നതാണ്. ആ ഒരു സംസ്കരണം നടത്താൻ ഒരാൾക്ക് ഈ ലോകത്ത് കഴിഞ്ഞാൽ മറ്റുള്ള ശുദ്ധികളെല്ലാം താനെ കൈവന്നുകൊള്ളും. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണമെങ്ങാനും നന്നായി കഴിഞ്ഞാൽ സ്വലഹൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരം മുഴുവനും തന്നെ നന്നായി. വഇദാ ഫസദത്, ആ മാംസകഷ്ണമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ, ഫസാദായി കഴിഞ്ഞാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും മോശമാവുകയും ചെയ്തു. ശരീരത്തെ നന്നാക്കുകയും ശരീരത്തെ മോശമാക്കുകയും ചെയ്യുന്നത് അവന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വളരെ യാഥാർത്ഥ്യമാണത്. അനുഗ്രഹീതമായ ഈ പള്ളിയിൽ വെച്ച് നടക്കുന്ന വിജ്ഞാനത്തിന്റെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ നമ്മോട് മനസ്സ് മന്ത്രിക്കുകയാണ്. സ്വലാത്തിന്റെ വാർഷികത്തിന്റെ പരിപാടി പള്ളിയിൽ നടക്കുന്നു, ആ പരിപാടിയിൽ എനിക്കൊന്ന് പങ്കെടുക്കണം. എന്നാൽ മനസ്സ് മന്ത്രിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ക്ലബിൽ ക്യാരം ബോർഡ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള മൈതാനിയിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടിവിയിൽ IPL ക്രിക്കറ്റ് മത്സരങ്ങളും അതുപോലെയുള്ള ഫുട്ബോൾ മത്സരങ്ങളും നടക്കുന്നു. കുറച്ചു സമയം അത് കണ്ടിരിക്കാം എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ചെന്നിച്ചാടുന്നത്. നല്ലതും ചീത്തയുമായ ഏത് വിഷയങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്നത് അവന്റെ ഹൃദയം മന്ത്രിച്ചത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇദാ അദ്നബ ദംബൻ, വല്ല തെറ്റും അവൻ ചെയ്തു പോയാൽ, കാനത്ത് നുക്തതൻ സൗദാ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അത് ഒരു കറുത്ത പാടായി കൊണ്ട് മാറുന്നു. ഫഇൻ താബ വസ്തഗ്ഫറ, പശ്ചാത്തപിക്കുകയും പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ, സഖല ഖൽബുഹു മിൻഹാ, അതിൽ നിന്ന് അവന്റെ ഹൃദയത്തെ അവൻ തെളിച്ചവനായി. എന്നാൽ ഫഇൻ സാദ, അവന്റെ തെറ്റുകൾ വീണ്ടും വീണ്ടും അവൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, സാദത്ത് ഹത്താ തഗ്ലുഫു ഖൽബുഹു, അവന്റെ ഹൃദയം അങ്ങോട്ട് മൂടിപ്പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ പളുങ്കുകുപ്പി പോലെ തിളങ്ങിക്കിടക്കുന്ന അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴുന്നു. രണ്ടാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കറുത്ത പാടും വീഴുന്നു. മൂന്നാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കറുത്ത പാടും വീഴുന്നു. ഇങ്ങനെ ആയിരക്കണക്കായ പതിനായിരക്കണക്കായ തെറ്റുകൾ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുവർത്തിക്കുമ്പോൾ വളരെ സുന്ദരമായ പളുങ്കുകുപ്പി പോലെ തിളങ്ങിക്കിടക്കുന്ന അവന്റെ ഹൃദയത്തിൽ കറുത്ത പാടുകളെ കൊണ്ടങ്ങോട്ട് കരിവാളിച്ചു പോകുന്നു. ഈ ഒരു അവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടിയാൽ പിന്നീട് എത്തപ്പെടുന്ന സ്റ്റാൻഡേർഡ്, വലഖദ് ദറഇനാ ലി ജഹന്നമ كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم آذان لا يسمعون بها ولهم أعين لا يبصرون بها أولئك كالأنعام وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ, നരകക്കുണ്ടിലേക്ക് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവരുടെ അവസ്ഥ എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ചില കൽബുകളുണ്ട്, പക്ഷേ ആ കൽബുകളെ കൊണ്ട് നല്ലത് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഹൃദയങ്ങളെ കൊണ്ട് നല്ലത് ചിന്തിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്?
അവന്റെ ഹൃദയം തെറ്റുകളെ കൊണ്ട് കറുത്തും മലീമസമായി പോയിരിക്കുകയാണ്. എന്നാൽ ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന്റെ വിജയം നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഘടകം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ സംസ്കരണമാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? വളരെയധികം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ്. നാമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, ഇബാദത്ത് ചെയ്യപ്പെടുവാൻ അർഹനായിട്ടുള്ളവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മുന്നോട്ട് കടന്ന് ചിന്തിച്ചാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ജീവിച്ച കാലഘട്ടത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ അധാർമികതയ്ക്കെതിരെ ശബ്ദിക്കുവാനും ഈ ലോകത്ത് നിലനിന്നിരുന്ന മനുഷ്യത്വരഹിതമായ ഹീനമായ പ്രവർത്തനങ്ങളെ തട്ടിമാറ്റുവാനും അത്തരം അബദ്ധങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മനുഷ്യ മനസ്സുകളെ ബോധവൽക്കരണം നടത്തുവാനും അതുവഴി ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു സമൂഹമായി മാറാനും കഴിഞ്ഞവരായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ മുഴുവൻ ആളുകളും. ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു പരമസത്യമായി നാം അത് അംഗീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ച വിശ്വാസം വെച്ച് പുലർത്തിയപ്പോൾ തന്നെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നൂറും വെളിച്ചവും നിറച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുകയുണ്ടായി. മറ്റൊന്നും അവരുടെ മുമ്പിൽ പ്രശ്നമായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ലസ്രീഖ് എന്ന അറബി നാമത്തിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യാനിയായ ഫ്രെഡറിക് രാജാവ്, അദ്ദേഹം സ്പെയിൻ ഭരിച്ചിരുന്ന കാലഘട്ടം, വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നിരത്തുകൾ കാണാം, ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ കാണാൻ കഴിയും. അതിൽ ഒരു റോഡിന്റെ പേര് ത്വാരിഖ് ബിൻ സിയാദ്, ത്വാരിഖ് ബിൻ സിയാദിന്റെ പേരിലുള്ള റോഡ് എന്നാണ്. ആരാണ് ത്വാരിഖ് ബിൻ സിയാദ് എന്നറിയോ? ഇസ്ലാമിക സ്പെയിനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി കാസ്പിയൻ കടലും കടന്നുകൊണ്ട് കപ്പൽ കയറിപ്പോയ മഹാനാണ് സയ്യിദുനാ ത്വാരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു തആല അൻഹു. അന്ന് സ്പെയിൻ ഭരിക്കുന്നത് ലാലിമും ഫാജിറുമായ തമ്മാടിയായിരിക്കുന്ന ലസ്രീഖ് രാജാവാകുന്നു. അന്ന് മൊറോക്കോ ഭരിക്കുന്നത് ബർബരി വംശജനായ കൗണ്ട് ജോലിൻ എന്ന പേരുള്ള ക്രിസ്ത്യാനിയായ ചക്രവർത്തിയാണ്. ഈ സ്പെയിനിലെ ചക്രവർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി തന്റെ അധീനതയിലുള്ള സുന്ദരികളായ പെൺകുട്ടികളെ കാമപൂർത്തീകരണത്തിന് വിധേയമാക്കുക എന്ന നെറികെട്ട ആഭാസം ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ആളാണ്. ഈ കൗണ്ട് ജോലിൻ എന്ന ക്രിസ്ത്യാനിയായ ചക്രവർത്തിയുടെ മകളെയും ഈ ഒരു മോശമായ പ്രവൃത്തിക്ക് ഫ്രെഡറിക് രാജാവ് വിധേയമാക്കിയപ്പോൾ രാജാവിന്റെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് തന്റെ പിതാവിനോട് ആ മോൾ പരാതിപ്പെട്ടപ്പോൾ ആ രാജാവിന്റെ ക്രൂരമായ സ്വഭാവത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും സ്പെയിൻ നിവാസികളെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ കൗണ്ട് ജോലിൻ എന്ന ക്രിസ്ത്യാനിയായ രാജാവ് നേരെ വരുന്നത് ബഹുമാനപ്പെട്ട മൂസ ബിൻ നുസൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധാനത്തിലേക്കാണ്. ഉത്തരാഫ്രിക്കയുടെ ഒരുപാട് ഭാഗങ്ങൾ ജയിച്ചടക്കിക്കൊണ്ട് മുന്നേറുന്ന സമയമാണത്. ഈ സമയത്ത് ഈ ഒരു ആവശ്യം അങ്ങോട്ട് മുന്നോട്ട് വെച്ചപ്പോൾ ത്വാരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, 7000-ഓളം വരുന്ന സൈന്യങ്ങളെ നൽകിക്കൊണ്ട് നീ സ്പെയിനിലേക്ക് ചെന്നുകൊണ്ട് ആ ക്രൂരമായ ഭരണത്തിൽ നിന്ന് സ്പെയിൻ നിവാസികളെ രക്ഷപ്പെടുത്തണമെന്ന നിർദ്ദേശം അങ്ങോട്ട് കൊടുത്തപ്പോ 4 വലിയ കപ്പലുകൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കയറ്റിയിറക്ക് പ്രവർത്തനത്തിന്റെ ഒടുവിൽ എല്ലാവരും സ്പെയിനിന്റെ കടൽ തീരത്ത് കപ്പലിറങ്ങുകയാണ്. ആ കപ്പലിറങ്ങിയ സ്ഥലം ഇന്നും ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ എല്ലാവരും കപ്പലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് ബഹുമാനപ്പെട്ട ത്വാരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് മയങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, ഹബീബ് സയ്യിദുനാ വസയ്യിദുൽ ആലമി മുഹമ്മദുർ റസൂലുള്ളാഹി
അള്ളാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട ത്വാരിഖ് ബിൻ സിയാദിനോട്, തഖദ്ദം യാ ത്വാരിഖ്, മുന്നോട്ട് വെച്ചതായ കാല് ഒരിക്കലും തന്നെ പിറകോട്ട് വെക്കരുത്. എന്നിട്ട് സ്പെയിനിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ബഹുമാനപ്പെട്ട ത്വാരിഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ കൂട്ടുകാരോട് വിഷയങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ യാത്ര ചെയ്ത് വന്നതായ ആ കപ്പലുകൾ നിങ്ങൾ തീവച്ച് നശിപ്പിക്കുക. ഈ ഒരു നിർദ്ദേശം അങ്ങോട്ട് കേട്ടപ്പോൾ സ്വന്തം അനുയായികളെ നേതാവിനോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, കപ്പലുകൾ നശിപ്പിക്കുക എന്നത് ശരീഅത്തിന്റെ വിഷയത്തിൽ അനുഗുണമായ കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ലല്ലോ നമ്മുടെ പ്രശ്നം, ഒരിക്കലും ഈ സ്പെയിനല്ലല്ലോ നമ്മുടെ നാട് പരിശുദ്ധ മദീനയാണ്. ആ കപ്പലുകൾ ഇവിടെ വെച്ച് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ വകൈഫ നർജിഉ ഇലൽ മദീന, അങ്ങ് മദീന ഷരീഫിലേക്ക് നമ്മൾ എങ്ങനെയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ത്വാരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിച്ച മഹാനായ ത്വാരിഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, മദീന ഷരീഫിൽ നിന്ന് സ്പെയിനിലേക്ക് നമ്മൾ കപ്പൽ കയറിയപ്പോൾ ഇവിടുത്തെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം പുണ്യ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന നിയ്യത്തോടുകൂടെ നമ്മൾ ഈ സ്പെയിനിന്റെ കടൽ തീരത്ത് കപ്പലിറങ്ങിയിട്ടില്ല. മറിച്ച് ഇവിടെ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വനർജിഉ ഇലല്ലാഹ്, സൃഷ്ടാവായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്കാണ് ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ത്വാരിഖ് ബിൻ സിയാദിന്റെ നാവ് കൊണ്ട് പറയിപ്പിച്ച ചേതോ വികാരം അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹനൂറു ഹാലിമൻ ലാ ഇലാഹ യമീലു ലാ ഇയാലിൻ ലാ ഇലാഹ. അപ്പൊ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആളുകൾ നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ച വിശ്വാസം വെച്ച് പുലർത്തിയപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് അവരുടെ മനസ്സ് തിരിക്കാനും അതുവഴി ആത്മാവിന്റെ സംസ്കരണം നടത്തുവാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഇനി വർത്തമാന ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാൽ പഴയതിനേക്കാളും എത്രയോ സുഖങ്ങളും സൗകര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഒരു കാലത്ത് നിസ്കരിക്കാൻ ഇതുപോലെയുള്ള സുന്ദരമായ പള്ളികൾ നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. നമ്മൾ താമസിക്കുന്ന വീടുകൾ അമ്പരചുംബികളായിരിക്കുന്ന കൊട്ടാര സാദൃശ്യമായ വീടുകളാണ് പലർക്കുമുള്ളത്. അതിന് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത്. ഓരോരുത്തരുടെയും സാമ്പത്തിക നിലയനുസരിച്ച് വീടുകളും സൗകര്യങ്ങളും വാഹനങ്ങളും ഒക്കെയുണ്ടാകും. പക്ഷേ മുൻകാലത്തെ അപേക്ഷിച്ചുകൊണ്ട് വീടുകൾ വളരെ സൗകര്യത്തോടുകൂടെ കെട്ടിപ്പോക്കാൻ നമുക്ക് കഴിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ വൈജ്ഞാനികമായ പുരോഗമനത്തിന്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി, മോനെ ഉത്തുലുബുൽ ഇൽമ വലൗ ബിസീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും നീ വിജ്ഞാനം കരസ്ഥമാക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ പോയിട്ടെങ്കിലും നീ വിജ്ഞാനം കരസ്ഥമാക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചതിന്റെ വിവക്ഷ എന്താണ്? ഈ കാലം പോലെയല്ല. ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും നിറഞ്ഞ വഴിയോരങ്ങൾ താണ്ടിക്കൊണ്ടാണ് ചൈനയിലേക്ക് എത്തേണ്ടിയിരുന്നത്. വിജ്ഞാനം കരസ്ഥമാക്കുന്ന വിഷയത്തിൽ ഈ പ്രതിബന്ധങ്ങൾ മുഴുവനും നീ സഹിക്കേണ്ടി വന്നാലും പുറകോട്ട് പോകരുതെന്ന് അള്ളാന്റെ ഹബീബ് പ്രഖ്യാപിക്കുകയും വൈജ്ഞാനികമായ പുരോഗമനത്തിന് പ്രോത്സാഹനം നടത്തുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മുടെ മൂക്കിന്
റോഡിന്റെ മുറ്റങ്ങളിലെല്ലാം ദീൻ പഠിക്കാൻ പറ്റിയ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികൾക്ക് ഇതുപോലെ വിദ്യ അഭ്യസിക്കുവാൻ കെട്ടിടങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഡെസ്കും ബെഞ്ചും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, എഴുതുവാൻ നോട്ട് പുസ്തകവും സ്ലേറ്റും പെൻസിലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മണ്ണ് കൊണ്ട് കട്ടയുണ്ടാക്കി അതിൽ ഇരുന്ന് ഓത്തുപള്ളിയുടെ സ്റ്റൈലിൽ മതപഠനം നടത്തേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ, ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേൾക്കാൻ ചൂട്ടുകെട്ടിക്കൊണ്ട് കിലോമീറ്ററുകളോളം നടന്നു പോകേണ്ട ഒരു ഗതികേട് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് അതിനുള്ള സംവിധാനങ്ങളും മാധ്യമങ്ങളും നമ്മുടെ നാടുകളിലും വീടുകളിലും സുലഭമായി കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിക്കൂ, വിരലിൽ എണ്ണാവുന്ന മുസ്ലിമീങ്ങൾ പോലും ഇല്ലാതിരുന്ന ലോകത്ത് കോടികളിൽ നിന്ന് അപ്പുറത്തേക്ക് മുസ്ലിം സമുദായം മുന്നേറിക്കൊണ്ടിരിക്കുകയാ. നമുക്കറിയാം, മതേതരത്വത്തിന്റെ പ്രതീകമായ ചേരിചേരാ രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക കേരളക്കരയുടെ അവസ്ഥ തന്നെ പരിശോധിച്ചാൽ, വിരലിൽ എണ്ണാവുന്ന 12 മുസ്ലിമീങ്ങൾ താമസിച്ചിരുന്ന ഈ രാജ്യത്ത് 12 പള്ളികൾ ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളം ഇവിടെ നിലനിർത്താൻ നമ്മുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആയിരങ്ങളല്ല പതിനായിരക്കണക്കായ പള്ളികൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരൊറ്റ മുഅ്മിനിന്റെ ഈമാനിന്റെയും തഖ്വയുടെയും കനം പോലും ഇന്ന് 2012 ഇന്ത്യ രാജ്യത്ത് മാത്രം താമസിക്കുന്ന 17 കോടിയികം വരുന്ന മുസൽമാന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, 12 മുസ്ലിമീങ്ങൾ മാത്രമുണ്ടായിരുന്ന ഈ രാജ്യത്ത് അതിൽ ഒരൊറ്റ മുഅ്മിനിന്റെ ഈമാനിന്റെയും തഖ്വയുടെയും കനം പോലും ഈ രാജ്യത്ത് മാത്രമുള്ള 17 കോടി മുസൽമാൻ ഇല്ല എന്നതാണ് പരമാർത്ഥം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിക്കണം, മുസ്ലിം സമൂഹം വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ നേരിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവിടെ നിഷ്കർഷിക്കപ്പെട്ട എല്ലാ മാർഗങ്ങളും ഈ സമുദായത്തിനിക്ക് ഉള്ള പ്രയാസങ്ങൾക്ക് മീതെ ഒരുപാട് പ്രയാസങ്ങൾ നൽകുവാൻ പര്യാപ്തമായതായിരുന്നുവെങ്കിൽ, ഈ പള്ളിയിലുള്ള സ്വലാത്തിന്റെ അനുഗ്രഹീതമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ചെച്നിയയിലും ബോസ്നിയയിലും എന്ന് വേണ്ട ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും താമസിക്കുന്ന മുസൽമാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ വഴിവിട്ട പ്രവർത്തനങ്ങളിലേക്ക് വഴിവിട്ടുകൊണ്ട് സഞ്ചരിക്കലല്ല, മറിച്ച് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ജീവിക്കാൻ കടമപ്പെട്ട മുസ്ലിമീങ്ങളായ നാം സൃഷ്ടാവായ അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്ഥിതി ഇവിടെ കാണിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറ്റുകളിലേക്ക് വഴിതെറ്റിപ്പോകുമ്പോൾ അത് എന്നെ സൃഷ്ടിച്ച യജമാനനായ ഒരു റബ്ബുണ്ടെന്നും ആ റബ്ബിന്റെ കൽപ്പനകൾ ഈ ലോകത്ത് എത്തിച്ചു തരാൻ നിയുക്തരാക്കപ്പെട്ട ഒരു പ്രവാചകരുണ്ട് എന്നും ആ അല്ലാഹുവിന്റെയും അവിടുത്തെ പ്രവാചകരുടെയും കൽപ്പനകൾ ശിരസാവഹിച്ച് ഈ ലോകത്ത് ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവരുടെ എല്ലാവരുടെയും കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ കടമപ്പെട്ട ഒരു പാവപ്പെട്ട മുസ്ലിമായ ഞാൻ ഇന്നാലിന്ന തെറ്റുകളിലേക്ക് വഴിതെറ്റിപ്പോയാൽ അർഹമുർ-റഹീമായ അല്ലാഹ് നാളെ കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രവിശാലമായ മഹ്ശറാവൻ സഭയിൽ കിലോമീറ്ററുകൾക്കപ്പുറം ഉദിക്കുന്ന സൂര്യഗോളം മനുഷ്യ ശിരസിന്റെ ഒരു ചാണകല ഉദിച്ചുകൊണ്ട് എല്ലാവരും വിയർപ്പിൽ കുളിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അതത്ര ചെറുതായാലും അതത്ര വലുതായാലും ആര് കണ്ടതാണെങ്കിലും ആര് കാണാത്തതാണെങ്കിലും യഅ്ലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരാളത്തിൽ മറച്ചു വെക്കുന്നതിനെയും കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടത്തെയും എല്ലാം അറിയുന്ന റബ്ബുണ്ടല്ലോ. കരിമ്പാറകൾക്കിടയിലൂടെ
ഭൂമിയിലൂടെ ചലിക്കുന്ന ഉറുമ്പുകളുടെ ചലനത്തെയും ആഴമുള്ള സമുദ്രത്തിന്റെ അടിയിലൂടെ ഊളിയിട്ട് നടക്കുന്ന മത്സ്യങ്ങളുടെ ചലനത്തെയും അറിയുന്ന സൃഷ്ടാവായ റബ്ബിന്റെ കോടതിയിൽ എന്റെ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് വ്യക്തമാക്കപ്പെടുമ്പോൾ ഭൗതികമായ ലോകത്ത് എനിക്കുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞാൻ എന്റെ ഖൽബ് കൊണ്ട് ഹറാമായ ഒരു കാര്യം ഈ ലോകത്ത് വെച്ച് ചിന്തിച്ചു പോയാൽ എന്റെ ഖൽബിന്റെ വൈകാരികത ഈ ഭൗതികന്മാരുടെ മുമ്പിൽ എനിക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞാലും എന്റെ ഖൽബിന്റെ വൈകാരികത സൃഷ്ടാവായ അല്ലാഹു കണ്ടുപോയി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാമായ ഒരു വസ്തുവിലേക്ക് നോക്കിപ്പോയാൽ ആ ഒരു ഹറാമിയത്ത് എനിക്കിവിടെ മറച്ചു വെക്കാൻ കഴിഞ്ഞാലും ആ ഹറാമ് എന്റെ സൃഷ്ടാവായ അല്ലാഹു കണ്ടുപോയി. ഞാൻ എന്റെ വയറിന്റെ ഉള്ളിലേക്ക് ഹറാമായ നിലക്കുള്ള പലിശയുടെ മുതലോ ഒരു തുള്ളി മദ്യമോ കുടിക്കാനിട വന്നു പോയാൽ, ഹറാമായ ഭക്ഷണം കഴിക്കാനിട വന്നു പോയാൽ, അതൊക്കെ ഈ ഭൗതികന്മാരുടെ മുമ്പിൽ എനിക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞാലും എന്റെ സൃഷ്ടാവായ റബ്ബ് അത് കണ്ടുപോയി. ഞാൻ എന്റെ ജനനേന്ദ്രിയം കൊണ്ട് വ്യഭിചാരം പോലെയുള്ള വൃത്തികെട്ട ആഭാസങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു പോയാൽ അത് വളരെ രഹസ്യമായി കൊണ്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞുവെങ്കിലും അതെല്ലാം നോക്കിക്കാണുന്ന അർഹമുർ-റഹീമായ റബ്ബ് അത് രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിന്റെ കോടതിയിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഭൗതികമായ ലോകത്ത് എനിക്കുണ്ടായിരുന്ന പേരും പെരുമയും നഷ്ടപ്പെട്ടുകൊണ്ട് ഞാനാകെ വഷളായി കൊണ്ട് നിൽക്കുന്ന രംഗം. യൻളുറു ഇലയ്യ ആബാഇ വ അസ്ദിഖാഇ വ അസാതിദതി, എന്റെ മാതാപിതാക്കളും എന്റെ ഗുരുവര്യന്മാരും എന്റെ കൂട്ടുകാരും എന്നിലേക്ക് നോക്കി നിൽക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ സഫിയുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും, അത് മാത്രമല്ല ജീവിതത്തിന്റെ എത്രയോ സന്ദർഭങ്ങളിൽ എനിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ എന്റെ ഹബീബ് സയ്യിദുനാ വ സയ്യിദുൽ ആലമി മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് തങ്ങളടക്കമുള്ളതായ വേദിയിൽ വെച്ചുകൊണ്ട് ومن يكن برسول الله نصرته إن تلقه الأسد في أجامها تجمي مولاي صل وسلم أحل أمته في حرز ملته كالليث حل مع الأسبال في أجمي مولاي. എന്റെ ഹബീബടക്കമുള്ള വേദിയിൽ വെച്ചുകൊണ്ട് ഞാനാകെ വഷളായി പോകുമല്ല അല്ലാ എന്ന ഒരു ചിന്ത ഒരു മുഅ്മിനിന്റെ ഖൽബിൽ എപ്പോഴാണോ പിടികൂടുന്നതെങ്കിൽ അപ്പോൾ മാത്രമേ ഭൗതികമായ ലോകത്ത് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ഒരു ചിന്ത ഒരു മുഅ്മിനിന്റെ ഹൃദയത്തെ സ്വാധീനിച്ചാൽ ഭൗതികമായ ഈ ലോകത്ത് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരണമെങ്കിൽ ആത്മാവിന്റെ സംസ്കരണം കൂടിയേ തീരൂ, ഹൃദയത്തിന്റെ സംസ്കരണം കൂടിയേ തീരൂ. എന്നാൽ ആ സംസ്കരണത്തിന്റെ ഒന്നാമത്തെ വഴി എന്താണ്? ഒന്നാമത്തെ വഴി നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ്. ഏതാ വിശ്വാസം? നമ്മളൊക്കെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളുടെ സന്താനങ്ങളായി ഈ ലോകത്ത് പിറന്നവരാ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായി ജീവിക്കുന്നു. ഇനി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുർത്തദ്ദായി പോയെങ്കിൽ മാത്രമേ തിരിച്ചു വരാൻ ആ കലിമ ചൊല്ലേണ്ടതുള്ളൂ. പിന്നെ നമ്മുടെ വിശ്വാസം നമ്മൾ ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞത് ഏത് വിശ്വാസമാണ്? സാലിഫീങ്ങളായ സ്വാലിഹീങ്ങളുടെ വഴിയിൽ അടിയുറച്ചുകൊണ്ടുള്ളതായ വിശ്വാസം, മുൻഗാമികളായ മഹാന്മാരുടെ വഴിയിൽ അടിയുറച്ചുകൊണ്ടുള്ളതായ വിശ്വാസം. ആ ഒരു വിശ്വാസം നമ്മൾ ആദ്യമായി കൊണ്ട് ശരിപ്പെടുത്തണം. വിശ്വാസത്തിന് കളങ്കം തട്ടിയിട്ടുണ്ടെങ്കിൽ
നമുക്കറിയാം, എന്റെ ചെറുപ്പക്കാർ വളരെ ഗൗരവത്തോടുകൂടെ ഒരു കാര്യം ആലോചിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് ശരിയായ ഒരു മാർഗമാണ്. ആ മാർഗത്തെ ഭംഗപ്പെടുത്തുവാനുള്ള ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് മാർഗങ്ങൾ ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിയായ ഒരു മാർഗത്തിൽ ജനങ്ങളെ ഒരുക്കി നിർത്താനുള്ള ഒരു പന്താവ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് മഹാന്മാരായ സാലിഹീങ്ങളായ സ്വാലിഹീങ്ങളുടെ വഴി എന്ന് പറയുന്നത്. ആ വഴിയിൽ അള്ളാഹു നമ്മെ ഒരുക്കി നിർത്തുമാറാവട്ടെ. സത്യത്തിൽ ആ സ്വാലിഹീങ്ങളായ സാലിഹീങ്ങളുടെ വഴിയെ വിട്ടുകൊണ്ട് സഞ്ചാരം നടത്തുന്നവരുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ ബാഹ്യമായ രൂപം വളരെ മനോഹരവും അനുഭവഭേദ്യവുമായിരിക്കും. എന്നാൽ അവരുടെ ഉള്ളറ എന്ന് പറയുന്നത് സംശയത്തിന്റെയും ആശങ്കയുടെയും ഭാഗമാണ്. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും സംശയത്തിന്റെ മതമല്ല. ഇസ്ലാം യഖീനിന്റെ മതമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയും 113 അധ്യായങ്ങളുമാണ്. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്. ആ ഉമ്മുൽ ഖുർആനായ ഫാത്തിഹയുടെ വിശദീകരണം സൂറത്തുൽ ബഖറ മുതലാണ് ആരംഭിക്കുന്നത്. ഫാത്തിഹയുടെ വിശദീകരണമാണ് 113 അധ്യായങ്ങളും. ആ അൽ ബഖറ സൂറത്തിന്റെ വിശദീകരണം സൂറത്തുൽ ബഖറ മുതൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം, ഹുദല്ലിൽ മുത്തഖീൻ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഒരിക്കലും തന്നെ സംശയമില്ല. സംശയമുള്ളത് ഇസ്ലാമിന്റെ വഴിയുമല്ല. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം അങ്ങനെ തുടങ്ങിയെങ്കിൽ ആ ഫാത്തിഹയുടെ വിശദീകരണം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഫാത്തിഹയുടെ വിശദീകരണം തുടങ്ങുന്നത് ദീനിൽ സംശയമില്ല എന്ന് പറഞ്ഞിട്ടാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. എന്നാൽ ആ ഫാത്തിഹയുടെ വിശദീകരണം അല്ലാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചുക്കൾ ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടാണ്. ആ പിശാചുക്കൾ എവിടെയുള്ള പിശാചുക്കളാ? മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരിലും പിശാചുക്കളുണ്ട്, ജിന്നുകളിലും പിശാചുക്കളുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. ജിന്നുകളിൽ മാത്രമല്ല, മനുഷ്യരിലും പിശാചുക്കളുണ്ട്. ആ പിശാചുക്കൾ നമ്മുടെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കും. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അമിനൽ ഇൻസാനി ശൈത്താൻ, അമിനൽ ഇൻസി ശൈത്താനു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിശാചുക്കളുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താണ്? നഅം ഹും അശറുൽ ഖൽഖ്. മനുഷ്യരുടെ കൂട്ടത്തിൽ പിശാചുക്കളുണ്ട്. അവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശമായവർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ഓതിയിട്ടുണ്ടാകും. വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്തവരായിരിക്കും. ഇനി വരുന്ന വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവിലും നമ്മൾ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യാൻ കൊതിക്കുന്നവരാണ്. ആ സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്ത് കാണാം. قل هل ننبئكم بالأخسرين الذين أعمالا الذين ضل في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. പരിശുദ്ധ ഖുർആൻ നബിയോട് പറയുന്നു അല്ലാഹു, ഖുൽ നബിയെ തങ്ങളൊന്ന് വിളംബരം ചെയ്തേക്കുക. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ഇവിടെ ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതം അവർ ലലാലത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടി
വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു. വഹും യഹ്സബൂന, അവർ വിചാരിക്കുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ഇവിടെ നല്ലതാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ ഇവിടെ നല്ലത് ചെയ്യുന്നവരല്ല. ഈ ആയത്താരുടെ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നസലത ഫിൽ ഖവാരിജി കാനൂ സുഹാദൽ കൂഫതി, കൂഫയിൽ വലിയ നിസ്കാരക്കാരായിരുന്ന, കൂഫയിൽ വലിയ നിസ്കാരക്കാരും നോമ്പിന്റെ ആളുകളുമായിരുന്ന ഖവാരിജികളെ പറ്റിയാണ് ഖുൽ ഹൽ നുനബ്ബിഉകും എന്ന് പറയുന്ന ആയത്തിറങ്ങിയത്. ആരാണ് ഖവാരിജികൾ എന്നറിയോ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന് എതിരായിക്കൊണ്ട് ഈ ലോകത്ത് ആദ്യമായി കൊണ്ട് കടന്നു വന്ന ബിദ്അത്തിന്റെ സംഘമായിരുന്നു. ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്നത്? അസ്ഹാബുൽ ഹബായിൽ പെട്ട ആളാണ്. അസ്ഹാബുൽ ഹബാ എന്ന് പറയുന്നത് ബഖിയത്തുൽ ഖുലഫായിലെ പ്രധാനികളുമാകുന്നു. അങ്ങനത്തെ അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിക്കൊണ്ട് കടന്നു വന്ന ആദ്യത്തെ ബിദ്അത്തിന്റെ സംഘമാണ് ഖവാരിജികൾ എന്ന് പറയുന്നത്. അവരെ പറ്റി എന്താണ് ഖുർആൻ പറഞ്ഞത്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവരിവിടെ നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ വിചാരം. എന്നാൽ അവരിവിടെ നല്ലത് ചെയ്യുന്നവരല്ല. വിശുദ്ധ ഖുർആന. ഖവാരിജികൾ കാനൂ സുഹാദൽ കൂഫത്തി, അവർ കൂഫയിൽ വലിയ നിസ്കാരക്കാരായിരുന്നു എന്നാ. അലിയാർ തങ്ങൾക്കെതിരായിട്ട് വന്നവരാ. ആരാ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പേര് കേൾക്കുമ്പോ അലി അലൈഹിസ്സലാം എന്ന് വരെ പറയണമെന്ന് ശാഫിഈ മദ്ഹബല്ലാത്ത മറ്റുള്ള മദ്ഹബിന്റെ ഇമാമുമാർക്ക് അഭിപ്രായമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അള്ളാന്റെ ഹബീബിന്റെ ഇളയമയും പോറ്റുമ്മയും വളർത്തുമ്മയുമായ ഫാത്തിമ ബിൻത്ത് അസദാണ്. അവർ പിൽക്കാലത്ത് മുസ്ലിമത്തായി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഗർഭം ചുമന്നപ്പോ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, അവരുടെ ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്ന സ്വഭാവം. അലിയാർ തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് ഫാത്തിമ ബിൻത്ത് അസദ് എന്നവർ ബിംബത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി തലകുനിച്ചപ്പോൾ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് കാരണം പറഞ്ഞത് ആ വയറ്റിൽ കിടക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പവറാണ്. അതുകൊണ്ടാണ് അലിയാർ തങ്ങളെ പേര് കേൾക്കുമ്പോൾ അലിയുൻ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയണം. എന്താണ് അതിന്റെ അർത്ഥം? കറമല്ലാഹ്, അല്ലാഹു തആല ആദരിക്കട്ടെ അവരുടെ മുഖത്തെ. എന്തിനെ തൊട്ട് ആദരിച്ചിരിക്കുന്നു? അനി സുജൂദി ലിൽ അസ്നാം, ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് കറമല്ലാഹു വജ്ഹ. അങ്ങനത്തെ അലിയാർ തങ്ങൾക്കെതിരായി കൊണ്ട് കടന്നു വന്ന ബിദ്അത്തിന്റെ സംഘമാണ് ഖവാരിജികൾ. അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അതുകൊണ്ട് ആ സാലിഹീങ്ങളായ സ്വാലിഹീങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവർത്തനങ്ങൾ തൊട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വിട്ടുനിൽക്കണം. ആ ഒരു വിശ്വാസം നമ്മൾ ആദ്യമായി കൊണ്ട് ശരിപ്പെടുത്തുക. എന്നാലേ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കയറുകയുള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ വെളിച്ചം നിറയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. നമുക്കറിയാം, ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്ന ഏറ്റവും വലിയൊരു സൃഷ്ടിയാ. ഏറ്റവും വലിയ സൃഷ്ടിയ മനുഷ്യനിക്ക് അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്ത ഏറ്റവും വലിയ സൃഷ്ടിയാണ് അവന്റെ ഹൃദയം. ആ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ സംസ്കരണം എന്ന് പറയുന്നത് ഹൃദയത്തിനിക്ക് വെളിച്ചം ലഭിക്കല. ഹൃദയത്തിനിക്ക് എപ്പോഴാ വെളിച്ചം ലഭിക്കുന്നത്? ഹൃദയം അള്ളാഹുവിലേക്ക് തിരിയുമ്പോഴാണ് ആ ഹൃദയത്തിനിക്ക് വെളിച്ചം ലഭിക്കുക. അതിന്റെ ഒന്നാമത്തെ വഴി നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക. രണ്ടാമത്തെ വഴി എന്താണ്? ഞാൻ സൂചിപ്പിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യനവന്റെ ബാഹ്യമായ അവയവങ്ങളെ എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക. ബഹുമാനപ്പെട്ട ഇമാമുമാര് പറയുന്നു, അയ്യംതനി ലിസാനുഹു മിനൽ കദിബി വൽ ഗീബതി വകലാമിൽ ഫുളൂൽ. ആദ്യമായി കൊണ്ടവന്റെ നാവിനെ കളവ് പറയുന്നതിനെ തൊട്ടവൻ തടഞ്ഞു നിർത്തണം. ഗീബത്ത് പറയുന്നതിനെ തൊട്ട് തടഞ്ഞു നിർത്തണം. മോശമായ സംസാരങ്ങൾ നാവിൽ നിന്ന് ഉണ്ടാകുന്നതിനെ തൊട്ട് നാവിനെ തടഞ്ഞു നിർത്തണം. പിന്നെ എന്താണ് അവൻ നാവ് കൊണ്ട് ചെയ്യേണ്ടത്? വയജ്അലു ലിസാനഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹ്. അവന്റെ നാവ് എപ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ഇങ്ങനെ ശുഗലായി കൊണ്ടിരിക്കണം. ഇന്ന് നാവ് കൊണ്ട് ചീത്ത വിളിച്ച ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിക്കുക. കൽബ്, ഖിൻസീർ, ആനത്ത് എന്നതിന്റെ മലയാളം ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും നമ്മളെ മജ്ലിസിലുണ്ടെങ്കിൽ അവർ സ്വന്തം നഫ്സിലൊന്ന് കൈവെക്കുക, ആലോചിക്കുക. പാടില്ല, തമാശക്ക് പോലും അത് പറയാൻ പാടില്ല. പക്ഷേ ആ വായിൽ നിന്ന് വീഴുന്നതൊക്കെ നമ്മുടെ സയ്യിആത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന വാക്കുകളാണ്.
അതൊക്കെ സൂക്ഷിക്കുമ്പോഴേ ഖൽബിന്റെ ഉള്ളിൽ വെളിച്ചുണ്ടാവുള്ളൂ. ഹൃദയം നന്നാകാനുള്ള ഞാൻ പറയുന്ന രണ്ടാമത്തെ വഴി അയ്യംതനി ലിസാനുഹു മിനൽ കദ്ബി വൽ ഗീബത്തി വകലാമിൽ ഫുളൂൽ. മോശമായ വർത്താനങ്ങൾ പാടില്ല. പിന്നെ എന്താണ് നാവ് കൊണ്ട് വേണ്ടത്? വയജ്അലു ലിസാനഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹ്. സമയം കിട്ടിയാൽ ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. മൂന്നാമതായി കൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു വഅയ്യഖാഫ അംറ ബത്നിഹി. അവന്റെ വയറിന്റെ വിഷയത്തിൽ അവൻ അല്ലാഹുവിനെ പേടിക്കലാണ്. ഫലാ യുദ്ഖിൽ ബത്നഹു ഇല്ലാ ഹലാലൻ ത്വയ്യിബാ. അവന്റെ വയറിന്റെ ഉള്ളിലേക്ക് ഹലാലല്ലാത്ത മറ്റൊരു ഭക്ഷണവും അവൻ പ്രവേശിപ്പിക്കാൻ പാടില്ല. വെറും ഹലാലായ ഭക്ഷണം മാത്രമേ തിന്നാവൂ. എന്റെ വയതിന്റെ സദസ്സിൽ നിന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ പ്രായപൂർത്തിയെത്തിയതായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തുള്ളി മദ്യം എന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള, ആണത്തമുള്ള, തന്റെ ഇടമുള്ള എത്ര മുഅ്മിനീങ്ങൾ നമ്മളെ മജ്‌ലിസിൽ ഇരിക്കുന്നു ഉണ്ടാവും. പക്ഷേ ഒരു തുള്ളി മദ്യം എന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും കഴിയില്ല. അർഹമുർ റഹീമായ അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഒരു തുള്ളി മദ്യമെങ്ങാനും മോനെ, അത് തമാശക്ക് വേണ്ടിയാണെങ്കിലും, അത് സൗഹൃദത്തിന് വേണ്ടിയാണെങ്കിലും, അത് ഫുട്ബോൾ ജയിച്ചതിന്റെ പേരിലാണെങ്കിലും, അത് ടെൻഷന്റെ പേരിലാണെങ്കിലും, അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലും, ഒരു പെഗ് മദ്യമെങ്ങാനും നിന്റെ ഉള്ളിലേക്ക് എത്തിപ്പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ ശരിബൽ ഖംറ, ഒരാള് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഖറജ നൂറുൽ ഈമാനി മിൻ ഖൽബിഹി, അവന്റെ ഖൽബിന്റെ പ്രകാശം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഹൃദയത്തിന്റെ പ്രകാശം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഹബീബിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ശരിബ ഹസ്വതൻ മിനൽ ഖംർ, ഒരു കവുൾ മദ്യം ഒരാൾ ഉപയോഗിച്ചാൽ ലം യഖ്ബലില്ലാഹു മിന്നു സലാസത അയ്യാം, 3 ദിവസത്തെ അവന്റെ നിസ്കാരവും അവന്റെ അമലുകളും അല്ലാഹു സ്വീകരിക്കൂല. എന്നാൽ വമൻ ശരിബ കഅസൻ, ഒരു ഗ്ലാസ് മദ്യമെങ്ങാനും ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ ലം യഖ്ബലുല്ലാഹു മിന്നു സ്വലാത്ത 40 ദിവസത്തെ അവന്റെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വൽ മുദ്മിനുൽ ഖംരി, നിത്യമായി കൊണ്ട് കള്ള് കുടിക്കുന്നവൻ ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹു ഒരു ബാധ്യതയായി കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു, അൻ യുസ്ഖിയഹു മിൻ നഹരിൽ ഖബാൽ. പതിവായി കൊണ്ട് മദ്യപിക്കുന്നവരെ അല്ലാഹു തആല ഒരു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത്? അവനിക്ക് കുടിപ്പിക്കും. എവിടെ നിന്ന്? മിൻ നഹരിൽ ഖബാൽ, നെഹ്റുൽ ഖബാലിൽ നിന്ന്. നെഹ്റുൽ ഖബാൽ എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞപ്പോ സ്വഹാബത്തിന് എനിക്ക് മനസ്സിലായില്ല. അവര് ചോദിച്ചു, വമാ നെഹ്റുൽ ഖബാൽ യാ റസൂലല്ലാഹ്, നെഹ്റുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ ഹബീബ് മറുപടി പറഞ്ഞു കൊടുത്തു, നെഹ്റും മിൻ സ്വദീദി അഹ്ലിന്നാർ, നരകവാസികളുടെ ചീഞ്ചലത്തിന്റെ നദിയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് കുടിക്കാൻ ഒരുക്കാണെങ്കിൽ കുടിച്ചോളൂ. വയറിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിക്കുക. 4മതായി കൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നു, അവന്റെ ചെയ്യുന്ന കർമ്മങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടി വേണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ പേടിക്കണം. അത് നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും. فيجعل طاعته خاصة لوجه الله, അവന്റെ ത്വാഅത്ത് മുഴുവനും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അവൻ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജ്ഹായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. ഇന്ന് നിസ്കരിച്ചാൽ നമ്മുടെ ഖൽബിലുണ്ടാകും, ഞാൻ സുബ്ഹി നിസ്കരിച്ചല്ലോ എന്ന അഭിമാനം.
ഇന്നത്തെ ളുഹർ നിസ്കരിച്ചാൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു, ഇന്നത്തെ അസ്ർ നിസ്കരിച്ചതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു, മഗ്രിബ് നമസ്കരിച്ചതിന്റെ പേരിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. എന്നാൽ എത്ര പേര് ചിന്തിച്ചോ, ഞാൻ നിസ്കരിച്ചതായ നിസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എത്ര പേരുടെ ഖൽബിൽ ആ ചിന്തയുണ്ടായിട്ടുണ്ട്? ആ ചിന്തയെ പറ്റിയാണ് ഇമാമുമാര് പറഞ്ഞത്, അയ്യകൂന ഖായിഫൻ ഫീ അംരി ത്വാഅതിഹി, ത്വാഅത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ പേടി വേണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, അറേബ്യൻ ഭൂഖണ്ഡത്തിലെ വലിയ വസ്ത്ര നെയ്ത്തുകാരനായിരുന്നു സയ്യിദുനാ അതാഉസ്സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. മഹാനുഭാവൻ, വലിയ ആബിദാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മഹാനാണ്. തന്റെ കൈകൊണ്ട് വസ്ത്രം നെയ്ത്താണ് ജോലി. ഒരു ദിവസം തന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഏറ്റവും നല്ല ഒരു വസ്ത്രവുമായിട്ട് വ്യാപാരിയുടെ സന്നിധാനത്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ വിലയും നിശ്ചയിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് വസ്ത്രം കാണിച്ചു കൊടുക്കുമ്പോൾ ആ വസ്ത്രത്തിന്റെ നേട്ടവും കോട്ടവും ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ കച്ചവടക്കാരൻ ഒരു വിലയങ്ങോട്ട് പറയുന്നു. ആ വിലയാവട്ടെ അത്താഇന്റെ മനസ്സിൽ നിശ്ചയിക്കപ്പെട്ട വിലയേക്കാൾ എത്രയോ കുറവാണ്. അത് കേട്ടപ്പോൾ അത്താ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ആ സമയത്ത് ആ കച്ചവടക്കാരൻ പറയുന്നു, അത്തായെ, നീ എന്തിനാണ് കരയുന്നത്? വസ്ത്രത്തിന്റെ വില കുറഞ്ഞ കാരണം കൊണ്ടാണെങ്കിൽ നീ കരയല്ല. എത്ര വില വേണമെങ്കിലും മോനെ നിനക്ക് ഞങ്ങൾ തന്നുകൊള്ളാം. ആ സമയത്ത് അത്താഇന്റെ മറുപടി എന്താണ്? എന്റെ വസ്ത്രത്തിന്റെ വില കുറഞ്ഞ കാരണം കൊണ്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് തുണി നെയ്യലിൽ ഞാൻ നിപുണനാണ്. ഓർക്കണേ, ഇത് നെയ്തതിൽ അതി സൂക്ഷ്മമാണ്, അറിയണേ. തുണി നോട്ടമിൽ കഴിവുള്ള നിന്നുടെ മുന്നിൽ തെറ്റിന്ന് പലതും കാണുവാൻ കഴിഞ്ഞെങ്കിൽ അഅ്മാല് പലതും ചെയ്യലുണ്ട്. ഓർക്കണേ, അതിനുള്ള ചക്കർ റബ്ബ് തന്നാണ്, അറിയണേ. ഞാൻ നാളെ റബ്ബിൽ മുന്നിലെത്തും നേരമിൽ ഞാൻ എന്റെ ഗതിയും ഓർത്ത് വിങ്ങിക്കരയലായി. ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടിയാണ്, എന്റെ വസ്ത്രത്തിന്റെ വില കുറഞ്ഞ കാരണം കൊണ്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല ഒരു വസ്ത്രമാണ് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ നേട്ടവും കോട്ടവും മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ വില നിശ്ചയിക്കാൻ നിനക്ക് കഴിഞ്ഞുവെങ്കിൽ എന്റെ കച്ചവടക്കാരാ, ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ഞാൻ ചെയ്യാറുണ്ട്. ആ അമലുകളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രതിഫലം നിശ്ചയിക്കാൻ കഴിയുള്ളത് എന്റെ ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹുവിനിക്കാ. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ റബ്ബിന് മുന്നിലെത്തും നേരമിൽ ഞാൻ എന്റെ ഗതിയും ഓർത്ത് വിങ്ങിക്കരയലായി. ആ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട അതാഉസ്സുലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ചോദിക്കട്ടെ, എത്ര പേരുടെ മനസ്സിൽ ഈ ദുഃഖത്തിന്റെ നീറ്റലുകൾ ഉണ്ടായിട്ടുണ്ട്? ദുഃഖമെന്ന് പറയുന്നത് മനുഷ്യ സഹജമാണല്ലോ. ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ മനസ്സുകളിലെ ദുഃഖത്തിന്റെ നീറ്റലുണ്ട്. എന്നാൽ അതൊക്കെ ഭൗതികമായ താല്പര്യങ്ങളോട് മാത്രം ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കലശലായ രോഗം ബാധിച്ചതിന്റെ പേരിൽ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതിന്റെ പേരിൽ, നമ്മുടെ അഭിലാഷങ്ങൾ പൂവണിയാത്തതിന്റെ പേരിൽ, ബാങ്കിൽ അടയ്ക്കാനുള്ള കടം വീട്ടാനുള്ള വഴിയില്ലാത്തതിന്റെ പേരിൽ, വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കളുടെ കല്യാണം ശരിയാവാത്തതിന്റെ പേരിൽ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന്റെയും മക്കളുടെയും ജോലി സംബന്ധമായ പ്രയാസങ്ങളുടെ പേരിൽ, പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ,
ഇങ്ങനെ വിവിധങ്ങളായ ദുഃഖങ്ങളാണ് മനുഷ്യരുടെ മനസ്സുകളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധ ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും ഇവിടെ ദുഃഖമുണ്ടായിട്ടുണ്ടോ? ജഗന്നിയന്താവായ റബ്ബിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും ഇവിടെ ദുഃഖമുണ്ടായിട്ടുണ്ടോ? പാപഭംഗിലമായ ജീവിതം നയിക്കാൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടു പോവേണ്ടി വന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും ഇവിടെ ദുഃഖമുണ്ടായിട്ടുണ്ടോ? 5 വഖത്ത് നേരത്തെ നിസ്കാരങ്ങളിൽ ഒരു വഖത്തെങ്കിലും നഷ്ടപ്പെട്ടു പോവാൻ ഇടവന്നു പോയതിന്റെ പേരിൽ ആർക്കെങ്കിലും ഇവിടെ ദുഃഖമുണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇല്ല എന്നുള്ളതാണ് മറുപടിയെങ്കിൽ വളരെ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ. നാം ദുഃഖിക്കേണ്ടത് അത് ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ മാത്രമല്ല, ആത്മീയതയുടെ പേരിൽ നമുക്ക് ദുഃഖിക്കാൻ കഴിയണം, ധാർമ്മികതയുടെ പേരിൽ നമുക്ക് ദുഃഖിക്കാൻ കഴിയണം. ഇന്നത്തെ സുബഹി നമസ്കാരം ഖളാ ആയതിന്റെ പേരിൽ ആർക്കെങ്കിലും ഇവിടെ ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ സുബഹി നമസ്കാരം ഖളാ ഉള്ള ആരെങ്കിലും നമ്മുടെ ഈ മജ്ലിസിൽ ഇരിപ്പുണ്ടോ? കൈവോക്കണ്ട, ആരും കൈവോക്കണ്ട. ഇന്നത്തെ ളുഹുർ നമസ്കാരം ഖളാ ആയവർ ആരെങ്കിലും ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ? ഇന്നത്തെ അസർ നമസ്കാരം ഖളാ ആക്കിയവർ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടോ? ഇന്നത്തെ മഗ്രിബ് നമസ്കാരം ഖളാ ആക്കിയവർ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടോ? ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ 5 വഖത്ത് നേരത്തെ നിസ്കാരത്തിൽ നിന്ന് വല്ലതും ഒഴിവാക്കാൻ ഇടവന്നു പോയവർ ആരെങ്കിലും നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതാ നിസ്കാരം എന്ന് പറയുന്നത്. ഈ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരന്റെ കൊടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മുട്ടി ചുരുട്ടിക്കൊണ്ട് തെരുവീതിയിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുമ്പോ, അല്ലെങ്കിൽ തൊട്ടടുത്തതായ പീഡികത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് നീ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ, പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുമ്പോ, കമ്പനി അടിച്ചുകൊണ്ടിരിക്കുമ്പോ, ഈ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാ നിസ്കാരത്തിന്റെ വിളിയാളം നീ കളിക്കുകയാണ്. വിജയത്തിലേക്ക് മോനെ നീ മുന്നിട്ട് വരിക, നിസ്കാരത്തിലേക്ക് നീ മുന്നിട്ട് വരിക. ആ വിളിയാളം കളിക്കുമ്പോൾ അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട നിസ്കാരത്തിന്റെ വിളിയാളമാണ് ഞാനാ കളിക്കുന്നത്. ഞാനൊന്ന് പള്ളിയിൽ ചെന്നുകൊണ്ട് ജമാഅത്തായിട്ട് നിർവഹിക്കട്ടെ എന്ന് മനസ്സ് തോന്നുന്ന എത്ര മുസ്ലിം സഹോദരന്മാര് നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അർഹമുർറാഹിമായ റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഒരിക്കലും തന്നെ നമസ്കാരം മുടക്കരുത്. ഈ വഴിവിട്ട സഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ കാരണം നിസ്കാരം ഒഴിവാക്കലാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല, സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്ന ക്യാരം ബോർഡ് കളിക്കാൻ കഴിയില്ല, സിനിമ കൊട്ടാരത്തിലേക്ക് പോകാൻ കഴിയില്ല, തോന്നിവാസങ്ങൾ ചെയ്യാൻ കഴിയില്ല. 5 വഖത്ത് നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നവർക്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ യസീദിന്റെ പട്ടാളം? ആ യസീദ് എന്ന് പറയുന്ന ഭരണാധികാരത്തിന്റെ പണ്ഡിതന്മാരായ പട്ടാളക്കാരിൽ ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജയിൽ പുള്ളികളിൽ ഒരാളെ വധിച്ചു കളയാൻ കയ്യിൽ വാള് കൊടുത്തു. ആ പട്ടാളക്കാരൻ പണ്ഡിതനായ വ്യക്തിയതായ യസീദിന്റെ കയ്യിൽ നിന്ന് വാള് മേടിക്കുന്നു. ജയിൽ പുള്ളിയായ സ്വാലിഹായ മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താണ് ആ ജയിൽ പുള്ളിയോട്? നീ ഇന്ന് നിസ്കരിച്ചുവോ? അതെ, ഞാൻ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, നീ ഇന്ന് സുബ്ഹി നമസ്കരിച്ചുവോ? അതിന്റെ മറുപടി ആ സ്വാലിഹായ മനുഷ്യൻ പറയുന്നത് എന്താണ്? മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ സുബ്ഹി നമസ്കരിക്കാതിരിക്കുമോ? മുഅ്മിനീങ്ങൾ സുബ്ഹി നമസ്കരിക്കും. എന്റെ ചോദ്യം അതല്ല. ഇന്നത്തെ സുബ്ഹി നമസ്കാരം നീ നിസ്കരിച്ചോ എന്നാണ് എന്റെ ചോദ്യം. അതെ, ഞാൻ ഇന്ന് മാത്രമല്ല, ഒരൊറ്റ സുബ്ഹിയും ഞാൻ നഷ്ടപ്പെടുത്തലില്ല. ആ സ്വാലിഹായ ജയിൽ പുള്ളിയായ മനുഷ്യനങ്ങോട്ട് പറയുമ്പോൾ, കൊല്ലാൻ വേണ്ടി വാള് കയ്യിൽ പിടിച്ച മനുഷ്യൻ നേരെ വാള് കൊണ്ടുപോയിട്ട് യസീദിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആ മനുഷ്യൻ
മനുഷ്യനെ കൊന്നു കളയാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അയാൾ ഇന്ന് സുബ്ഹി നമസ്കരിച്ചവനാണ്. അള്ളാന്റെ ഹബീബിന്റെ ഹദീസ് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹി നമസ്കാരം നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ആ ഹദീസ് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യനെ കൊല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആ സമയത്ത് യസീദ് പറഞ്ഞു, സുബ്ഹി നമസ്കരിക്കാത്തതിന്റെ പേരിലല്ല അയാളെ കൊല്ലണം എന്ന് പറഞ്ഞത്, മറിച്ച് ഭരണകൂടത്തിന് എതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് ആ മനുഷ്യനെ കൊന്നുകളയണം ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴും ഈ പണ്ഡിതനായ പട്ടാളക്കാരൻ പറയുന്നു, അല്ലാഹു തആല ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു മനുഷ്യനെ കൊന്നുകളയാൻ എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സുബ്ഹി നമസ്കാരം നിർവഹിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ ദിമ്മത്തിലാ, അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാ. ആ മനുഷ്യനിക്ക് പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയൂല. ളുഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും, പടച്ചോനെ ളുഹറിന്റെ സമയമായി, ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ. അസറിന്റെ സമയമാകുമ്പോൾ അവന്റെ മനസ്സ് മന്ത്രിക്കും, അള്ളാഹുവെ അസറിന്റെ സമയമായി ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ. അള്ളാഹു തആല ഉത്തരവാദിത്വമുള്ള ഒരാളായിക്കൊണ്ട് പ്രഭാതം മുതൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ആത്മീയമായ ദുഃഖങ്ങളും എത്ര പേരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ധാർമ്മികമായ ദുഃഖങ്ങളും എത്ര പേരുടെ ഹൃദയങ്ങളെ മതിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ പേരുടെ ഹൃദയത്തിൽ മാത്രമേ ആ ഒരു ആഖിറത്തിന്റെ ദുഃഖവും ചിന്തയും ഉണ്ടാകുന്നുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തബൂക്ക് യുദ്ധം അരങ്ങേറുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഉത്കടമായ അഭിനിവേശം ബഹുമാനപ്പെട്ട സ്വഹാബത്തിനിക്കുണ്ടായി. പക്ഷേ സാമ്പത്തികമായ കഴിവില്ല. ആ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തികമായ കഴിവില്ല. അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ ചെന്നുകൊണ്ടൊന്ന് യാചന നടത്തിയാൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളെങ്ങാനും അവിടുത്തെ ഒരു കൈ സഹായിച്ചു കഴിഞ്ഞാൽ ആ നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ഇരുളവും വെളിച്ചവും തമ്മിൽ നടക്കുന്ന ഘോരമായ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാന്റെ ദീനിന് വേണ്ടി ഷഹീദാവാനുള്ള നല്ല മനസ്സോടെ സ്വഹാബത്ത് ഹബീബിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ നിസ്സഹായാവസ്ഥ വെളിവാക്കി കൊടുക്കുകയാണ്. اللهم أحيني مسكينا وأمتني مسكينا واحشرني في زمرة المساكين. അള്ളാഹുവിനോട് പാവപ്പെട്ടവനായി ജീവിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്ത അള്ളാഹുവിന്റെ ഹബീബ് തന്റെ നിസ്സഹായാവസ്ഥ വെളിവാക്കി കൊടുക്കുമ്പോൾ ആ സ്വഹാബത്ത് അവിടുന്ന് ഇറങ്ങിപ്പോരുകയാണ്. എങ്ങനെയാണ് ഹബീബിന്റെ ദർബാറിൽ നിന്നവർ പോരുന്നതെന്നറിയോ? വഅഅയുനുഹും തഫീലു മിനദ്ദംഇ ഹസനാ. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ ദുഃഖത്തിന്റെ നീറ്റലുകൾ കണ്ണീർ തുള്ളികളായിക്കൊണ്ട് കവളത്തടത്തിലൂടെ ചാലിട്ടൊഴുകുകയാണ്. എന്തിന്റെ പേരിലാണ് ആ ദുഃഖം എന്നറിയോ? അത് ഹസനൻ അല്ലാ യജിദൂ മാ യുൻഫിഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സാമ്പത്തികമായ കഴിവ് ഇല്ലാത്തതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സാമ്പത്തികമായ കഴിവ് ഇല്ലാത്തതിന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാ. വഅഅയുനുഹും തഫീലു മിനദ്ദംഇ ഹസനാ. വിശുദ്ധ ഖുർആനിന്റെ ചിത്രമാണത്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി. ആ സമയത്താണ് തവല്ലൗ, അവർ പിരിഞ്ഞു പോകുന്നത്. വഅഅയുനുഹും, അവരുടെ കണ്ണുകൾ തഫീദു, ഒഴുകിക്കൊണ്ടിരിക്കുകയാ. എന്തിന്റെ പേരിൽ? ഹസനൻ അല്ലാ തജിദു മാ യുൻഫിഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സാമ്പത്തികമായ കഴിവ് ഇല്ലാത്തതിന്റെ പേരിൽ. ഇന്ന് സാമ്പത്തിക കഴിവില്ലാത്തവർ ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അയ്യകൂന ഖായിഫൻ ഫീ അംരി ത്വാഅതിഹി. അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് അള്ളാഹുവിനെ പേടി വേണം. ആ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു.
എന്നാൽ ആ തെറ്റുകളിൽ ചിലതെല്ലാം നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല പറയുന്നു, ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അയുനികും മിനശ്ശഅർ കുന്നാ നഉദ്ദുഹാ ഫീ അഖ്ദി റസൂലില്ലാഹി മിനൽ മൂബിഖാത്ത്. നമുക്ക് നിസ്കാരം ഒഴിവാക്കൽ എന്ന പ്രശ്നമല്ല, കാരം ബോർഡ് കളി പ്രശ്നമല്ല, മഗ്രിബും ഇശാവും ഖളാ ആക്കിയിട്ട് ഫുട്ബോൾ കളി കാണൽ പ്രശ്നമല്ല, ജമാഅത്ത് ഒഴിവാക്കൽ പ്രശ്നമല്ല, ജുമുഅ ഒഴിവാക്കൽ നമുക്ക് പ്രശ്നമല്ല, വ്യഭിചാരം നമുക്ക് പ്രശ്നമല്ല, ചീട്ടുകളി നമുക്ക് പ്രശ്നമല്ല, അതൊന്നും നമുക്കിന്ന് പ്രശ്നമല്ല. എന്നാൽ അനസ് റളിയല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഇന്നകും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യുന്നു, ആ തെറ്റുകൾ ഹിയ അദഖു ഫീ അയുനികും മിനശ്ശഅർ, ശരീരത്തിലുള്ള ഒരു രോമത്തിന്റെ വില പോലും ആ തെറ്റുകൾക്ക് നിങ്ങൾ കൽപ്പിക്കുന്നില്ല. എന്നാൽ വകുന്നാ നഉദ്ദുഹാ ഫീ അഖ്ദി റസൂലില്ലാഹ്, നിസ്സാരപ്പെടുത്തുന്ന ചില തെറ്റുകളൊക്കെ, നിങ്ങൾ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ, അത് ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ അത് വൻദോഷങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ട് ആ തെറ്റുകൾ ഞങ്ങൾ ഒഴിവാക്കുമായിരുന്നു. 10 വർഷത്തെ ഹബീബ് റസൂലുള്ളാഹിന്റെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നു, തെറ്റിനെ തെറ്റായി അംഗീകരിക്കുന്നവർക്ക് അതിന്റെ തീപ്പൊരിയേൽക്കുമ്പോൾ അവന്റെ ആത്മാവിനിക്ക് പൊള്ളലേൽക്കുകയാണ്, അതിങ്ങനെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിന്മയെ തിന്മയായി കൊണ്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തവർക്ക് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ഒരിക്കലും തന്നെ മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ഹബീബ് തന്നെയല്ലേ പറഞ്ഞത്, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ യറാ ദുനൂബഹു, അവൻ ചെയ്യുന്ന തെറ്റുകളെ അവൻ കാണുന്നത് ഏതുപോലെയാണ്? കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസ്ഥിതി എന്താണ്? അവൻ പേടിക്കുന്നു. എങ്ങനെ പേടിക്കുന്നു? കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ, ഒരു പർവ്വതത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നവനെ പോലെയാ. ആ മനുഷ്യന്റെ ബേജാർ എന്താ? യഖാഫു അൻ യഖഅ അലൈഹി, ആ പർവ്വതം ഇവന്റെ മേലിൽ പൊളിഞ്ഞു വീഴുമോ എന്ന് പേടിച്ച് വളരെ പേടിയോടുകൂടെയാണ് ആ പർവ്വതത്തിന്റെ അടിയിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ തെറ്റിനെ കാണുന്നത്. എന്നാൽ തമ്മാടിയായ മനുഷ്യൻ, വഇന്നൽ ഫാജിറ ലയറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവന്റെ തെറ്റിനെ അവൻ കാണുന്നത് ഏതുപോലെയാ? അവന്റെ മൂക്കത്തൊരു ഈച്ച വന്നിരുന്നു, ആ ഈച്ചനെ എങ്ങനെ ഉണ്ടാട്ടി, അത്ര ലാഘവത്തോടു കൂടെയാണ് തെറ്റിനെ കാണുന്നത്. ഇപ്പൊ മനസ്സിലുണ്ടാകും എന്ത്? ഇനി കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഇപ്പൊ മനസ്സിലുണ്ടാകും അത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയാല് പിന്നെ അതന്നെയല്ലേ. നാളെ ചങ്ങായി മരിച്ചു തരാം. മരിച്ചപ്പോ ചെറുപ്പക്കാരൻ ഓന്റെ 2 ചവിട്ടിലുണ്ടോല്ലോ എന്ത് എയർഫോണും കുത്തിച്ചിട്ടാ മരിച്ചിരിക്കണത്. എയർഫോൺ കുത്തിവെച്ചിട്ടാണോ മരിച്ചു കിടക്കുന്നത്? കാരണം രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. ഓനങ്ങനെ ഓന്റെ മൊബൈലത്തെ പാട്ടും കേട്ട് അങ്ങനെ കടന്നു ഓനാണ് മരിച്ചു. മരിച്ചപ്പോൾ ഓന്റെ ചവിട്ടിൽ എന്തുണ്ട്? എയർഫോൺ ഉണ്ട്. വേഗം പോവാ സ്വർഗത്തേക്ക്. അവിടെ ചങ്ങായി അനക്കാ കടക്കണ നേരത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങാണ്ട് ഒരു മനസാന്നിധ്യത്തോടുകൂടെ കടന്നാൽ ആ മരിച്ചു പോകുമ്പോഴും ഒരു സന്തോഷത്തോടുകൂടെ മരിച്ചു പോകാൻ കഴിയൂലേ? അള്ളാന്റെ ഹബീബല്ലേ പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത്, ദഖലാന്ന, അവൻ സ്വർഗത്തിൽ കടന്നു എന്നാ ഉറപ്പാ. ഇപ്പൊ തന്നെ കടന്നു. അതുകൊണ്ട് മക്കളെ അതൊക്കെ കൊണ്ട് ഒഴിവാക്കുക. നിങ്ങൾ കേട്ടോളിയും, പക്ഷെ കടക്കണ നേരത്തെ ഒന്നും ചുവട്ടിൽ കുത്തിച്ച് കിടക്കരുത്. ഹൃദയശുദ്ധിയോടുകൂടെ കടക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് അഫ്ദലു ദിക്റായ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമയെങ്കിലും ചൊല്ലിയിട്ട് സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങുക. മരിക്കുമ്പോഴും നമുക്ക് സമാധാനത്തോടുകൂടെ മരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ തെറ്റിനെ തെറ്റായിക്കൊണ്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവർക്ക് ഒരു ചെറിയ തെറ്റിന്റെ പോറിലെടുക്കുമ്പോൾ അതങ്ങോട്ട് നീറിപ്പുകയും ശരീരം മുഴുവനും
ആത്മാവിന് പൊള്ളലേൽക്കുമ്പോൾ ശരീരം മുഴുവനും അതങ്ങോട്ട് ഇങ്ങനെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പിന്നീട് പറയുന്നു, ആത്മസംസ്കരണത്തിന്റെ അടുത്ത വഴി എന്താണ്? നീ തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കലാണ്, പശ്ചാത്താപവും പാപമോചന പ്രാർത്ഥനയും അധികരിപ്പിക്കലാണ്. ഓ ചെറുപ്പക്കാരാ, ഞാൻ പറയട്ടെ, ബുദ്ധിയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈമാനിന്റെ കുറവ് കൊണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിരിക്കുന്നു. നരകത്തിൽ കിടക്കാൻ പര്യാപ്തമായ വലിയ വലിയ തെറ്റുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണ്. എന്നാൽ അതിന്റെ പേരിൽ ഒരു സങ്കടം നമുക്ക് വേണം. അതിന്റെ പേരിൽ അല്ലാഹു എനിക്ക് പുറത്തു തരില്ല എന്ന ആ ഒരു മനസ്സ് ഒഴിവാക്കിയിട്ട് എന്റെ റബ്ബ് ഗഫാറാണ്, സത്താറാണ്, അവൻ എനിക്ക് പുറത്തു തരും എന്ന ചിന്തയാണ് നിനക്കുണ്ടാവേണ്ടത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഹബീബ് നബിയോട് അല്ലാഹു തആല പറയുന്നു, തങ്ങളൊന്ന് പറഞ്ഞേക്കണം, സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചവരോട് പറഞ്ഞേക്കൂ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാകുന്നു. ആ ചിന്തയോടുകൂടി അല്ലാഹുവിനോട് ദുആയിരക്കൂ, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കോ. നമുക്ക് മഴ പെയ്യേണ്ട സമയമായിട്ടും നമുക്ക് മഴ പെയ്യുന്നില്ല. മഴ പെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടും അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ ഈ ഭൂമിയിലേക്ക് വർഷിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? അതിന്റെ ഭൗതികമായ കാരണങ്ങളൊന്നും നിങ്ങൾ തേടിപ്പോവല്ല, ആത്മീയ കാരണമേ ചിന്തിക്കാവൂ. നമ്മൾ വലിയ തെറ്റുകാരായി പോയപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ലോകത്തേക്ക് ഇറങ്ങാതായിരിക്കുന്നു. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ അധികരിപ്പിക്കുക. ഫസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാ അലൈക്കും മിദ്റാറാ. ഇസ്തിഗ്ഫാർ അങ്ങോട്ട് അധികരിപ്പിക്കുക, അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല ഭൂമിയിലേക്ക് റഹ്മത്തായ മഴ വർഷിപ്പിക്കും. എല്ലാവരും ഇസ്തിഗ്ഫാർ അങ്ങനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക. അല്ലാഹുവിനോട് നമ്മൾ കേണപേക്ഷിക്കുക. നമുക്ക് യാതൊരു കഴിവുമില്ല, നമുക്ക് യാതൊരൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയുടെ ഒരു സംഭവം അസ്മഈ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഞാൻ മക്ക ശരീഫിലേക്ക് ചെന്നു ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കഅബ ശരീഫിന്റെ മത്വാഫിലൂടെ ഞാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖംറാ, നല്ല ചന്ദ്രന്റെ പ്രകാശം, നിലാവെട്ടമുള്ള രാത്രിയാണ്. ഞാൻ ആ മത്വാഫിലൂടെ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒരു ദുഃഖസാന്ദ്രമായ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഫത്തബഅതു സൗത, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനതാ കഅബ ശരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ടിങ്ങനെ ദുആ ചെയ്യുകയാണ്. ഞാൻ ആ പ്രാർത്ഥന ഇങ്ങനെ കുറച്ചു സമയം കേട്ടു നിന്നു. എന്താണ് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുന്നത്? ഇലാഹി വസയ്യിദി വമൗലാ അഗ്ലഖത്തിൽ മുലൂക് അബ്വാബഹാ വഖാമത് അലൈഹാ ഖുസ്സാനുഹാ വബാബുക മഫ്തൂഹ് ലിസ്സായിലീൻ. പുണ്യ കഅബ ശരീഫിന്റെ കില്ല പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, ഭൂമിയിൽ രാജാക്കന്മാർ അവരുടെ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അടച്ചിരിക്കുന്നു. ആ വാതിലുകളൊക്കെ പാറാവുകാർ കാവൽ നിന്നിരിക്കുകയാണ്. എന്നാൽ സർവാധിപതിയായ ചക്രവർത്തിമാരുടെ മുഴുവനും ചക്രവർത്തിയായ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കവാടമിതാ മലർക്ക തുറക്കപ്പെട്ടിരിക്കുന്നു. വഹാ ഇൻദ ബാബിക മുസ്നിബും മിസ്കീൻ. നിന്റെ കവാടത്തിന്റെ മുമ്പിൽ ഇതാ ഒരു പാവപ്പെട്ട അടിമ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? യർജൂ റഹ്മതക, നിന്റെ റഹ്മത്തിനെ കൊതിച്ചു കൊണ്ടുവന്നതാണ്. യാ കരീം,
പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർദ്ധരാത്രിയിൽ സിട്ടാവായ അള്ളാഹുവിനോട് കഅബ ഷരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന എങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ കഅബയുടെ മതാഫിൽ ആ ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് അങ്ങനെ പാട്ട് പാടുകയാണ്. യാമയ്യോ ജീബോ ദോഅൽ മുൽതരി ഫിൽലോലമി യാ കാശിഫൽ ദുർരി വൽ ബൽവാമ അസ്സഖമി മൗലായ قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنمي مولاي أدعوك ربي حزينا راجيا فرجا فارحم بكائي إله البيت والحرم مولاي لم دائما أبدا أنت الغفور فجد لي منك مغفرة واعطف علي بفضل الجود والكرم مولاي لم دائما أبدا إن كان عفوك لا يرجوه غير تقي فمن يجود على العاسفين بالنعم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് പാട്ടുപാടിയിട്ട് ബോധരഹിതനായി കൊണ്ട് ആ ചെറുപ്പക്കാരൻ നിലത്ത് വീഴുകയാ. അസ്മഇ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഇരുന്നു നിലാവിന്റെ വെളിച്ചത്തിൽ ആ ശറഫാകപ്പെട്ട തലയെടുത്തിട്ട് എന്റെ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. വെച്ചിട്ട് നിലാ വെളിച്ചത്തിൽ ഞാൻ ആ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയപ്പോൾ എന്റെ കണ്ണുകളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കഅബ ഷരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് സെട്ടാവായ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പാട്ടുപാടിയിട്ട് ബോധരഹിതനായി നിലത്ത് വീണ് കിടക്കുന്നത് അള്ളാന്റെ ഹബീബിന്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹുവാണ്. ആ മുഖം അങ്ങോട്ട് കണ്ടപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങോട്ടുറ്റു വീണു. അത് സൈനുൽ ആബിദ് തങ്ങളുടെ മുഖത്തേക്ക് അങ്ങോട്ട് വീണപ്പോൾ ബോധം തെളിയുകയാണ്. ആ സമയത്ത് എന്നോട് ചോദിക്കുന്നു, മനസ്സകലനീ അൻദിക്രി മൗലാ, എന്റെ യജമാനനായ അല്ലാഹുമായി കൊണ്ടുള്ള സംഭാഷണത്തിന് വിഘ്നം വരുത്തിയവൻ ആരാണ്? ആ സമയത്ത് ഫഖുൽതു അനൽ അസ്മഇയോ, ഞാൻ അസ്മഇയാണ് മറുപടി പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ ചോദിക്കുന്നു, ഫമാ ഹാദൽ ബുകാഉ വമാ ഹാദൽ ജസഉ, എന്തൊരു കരച്ചിലാണിത്, എന്തൊരു പൊറുതികേടാണിത്. നിങ്ങൾ ഇങ്ങനെ കരയേണ്ട ആളാണോ? അങ്ങ് പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലയോ? അങ്ങിങ്ങനെ കരയേണ്ട ആളാണോ? ഞാൻ ചോദിച്ചപ്പോൾ അവിടെ വെച്ചുകൊണ്ട് സൈനുൽ ആബിദ് തങ്ങൾ എന്നോട് പറഞ്ഞതെന്താ? യാ അസ്മഇ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു അവന്റെ സ്വർഗ്ഗം പടച്ചിരിക്കുന്നത് ലിമൻ അത്വാഅഹു, അല്ലാഹുവിനക്ക് വഴിപ്പെടുന്നവർക്കാണ്. ആ വഴിപ്പെടുന്ന ആളുകൾ വലൗകാന അബ്ദൻ ഹബശിയ,
നീഗ്രോ വംശജനായ അടിമയാണെങ്കിലും മോനെ അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടാൽ അവൻ ചെന്ന് കിടക്കുന്നത് അള്ളാഹുവിന്റെ സുരലോക സ്വർഗത്തില. എന്നാൽ അള്ളാഹു നരകം പടച്ചിരിക്കുന്നത് ലിമൻ അസ്വാഹു, അള്ളാഹുവിനിക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്കാണ്. ആ എതിര് പ്രവർത്തിക്കുന്നവൻ വലൗകാന ഹുർറൻ ഖുറശിയാ, ഖുറൈശി കുടുംബത്തിൽ പിറന്ന സ്വതന്ത്രരായ ആളുകളാണെങ്കിലും അവൻ നരകാവകാശിയാകുന്നു. സൈനുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹു. അതിനെന്ത് വേണം? فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും സൂത്രവാക്യമാണത്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും സൂത്രവാക്യമാണത്. ഇപ്പൊ ഓതിയ ആയത്തുകൾ ചെറുപ്പക്കാരൻ ചിന്തിച്ചോ? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പ്രയാണം ഭൗതികതയെ നിസ്സാരവൽക്കരിക്കല. സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള പ്രയാണം ഭൗതികതയെ മഹത്വവൽക്കരിക്കല. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പ്രയാണം ഭൗതികതയെ നിസ്സാരവൽക്കരിക്കല. സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള പ്രയാണം ഭൗതികതയെ മഹത്വവൽക്കരിക്കല. ഏതാ വേണ്ടത്? തെരഞ്ഞെടുക്കാം രണ്ടിനും. ഫഅമ്മാ മൻ ത്വഗാ വആസറൽ ഹയാത്തദ് ദുനിയാ, തെറ്റ് പ്രവർത്തിച്ചു, ഭൗതികമായ ജീവിതത്തിനിക്ക് മുൻഗണന കൊടുത്തു. എന്നാൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അവന്റെ അഭയ കേന്ദ്രം നരകമാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട ഭയചകിതമായ അവസ്ഥയെ പേടിച്ചുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, തടീച്ചകളെ ഒരാളെ തടഞ്ഞു നിർത്തിയാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവൻ ചെന്ന് കിടക്കുന്നത് അള്ളാഹുവിന്റെ സുരലോക സ്വർഗത്തിലാകുന്നു. അപ്പ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരും അതിന് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുക. ആറാമതായി കൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, ഹൃദയം വെളിച്ചം കിട്ടാനും ശുദ്ധിയാകാനുമുള്ള മറ്റൊരു വഴി അയ്യുക്സിറ സ്വലാത്ത അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. ഹൃദയത്തിനിക്ക് വെളിച്ചം കിട്ടും. മുസ്തഫായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്ത് 1,00,000 കിതാബുകളിൽ 1,00,000 സ്വലാത്ത. ലോകത്ത് 1,00,000 കിതാബുകളിൽ 1,00,000 സ്വലാത്ത. സ്വലാത്ത് കലിമത്തുൻ തുംബിഉ അല സനാഇ വദ്ദുആഇ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതാണ് സ്വലാത്ത്. ഏത് സ്വലാത്തും ചൊല്ലാം. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും, എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും, എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ ലഭിക്കും. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്വലാത്തായിരിക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ ഹബീബിന്റെ തിരു റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ പരിശുദ്ധ റൗളയിലേക്ക് ഈ നിമിഷത്തിൽ തന്നെ ഈ സ്വലാത്തുകളെ എത്തിച്ചു കൊടുത്ത് ഹബീബിന്റെ മദ്ഹും ഹിമായത്തും നുസ്റത്തും ഹിഫ്ളും എല്ലാ സമയത്തും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം ലഭിക്കാൻ പ്രിയപ്പെട്ട മകനെ നീ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, അബൂബക്കറുൽ ജസാഇരി എന്ന് പറയപ്പെടുന്ന ധീരയോദ്ധാവ് ഫ്രഞ്ച് പടയാളികളോട് യുദ്ധം ചെയ്തപ്പോൾ മുസ്ലിമീങ്ങളുടെ സൈന്യം പരാജയപ്പെട്ടു പോകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ തന്റെ പതാക അങ്ങോട്ട് താഴ്ത്തുകയാണ്. ആ പതാകയിൽ ഒരു വരി എഴുതി വെക്കുന്നു. ഏതാണ് ആ വരി എന്നറിയോ? ലോകത്ത് 60 ചില്ലാനം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇമാം ബൂസൂരി തങ്ങളുടെ പ്രവാചക പ്രകീർത്തന കവിതയിലെ ഒരു വരിയാണ് എഴുതി വെച്ചത്. അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി വഇയകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമി ആതജ്മി. ആ പതാകയിൽ ഖസീദത്തുൽ ബുർദയിലെ ഈ വരിയാണ് എഴുതി വെച്ചത്. എന്താ അതിന്റെ അർത്ഥം? വഇയകും ബിറസൂലില്ലാഹി നുസ്റതുഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മി, സിംഹക്കൂട്ടങ്ങൾ ആക്രമിക്കാൻ വന്നാലും ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയൂല. പക്ഷെ അള്ളാന്റെ ഹബീബിന്റെ സഹായം കിട്ടണം. കാരണം എന്താ? അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി. ഈ സമുദായത്തെ ഹബീബ് അവിടുത്തെ കരവലയത്തിൽ ഒതുക്കിയിരിക്കുന്നു. ഏതുപോലെ പ്രസവിച്ച് കിടക്കുന്ന പെൺസിംഹം അതിന്റെ കുട്ടികൾക്ക് കാവലിരിക്കുന്നത് പോലെ അള്ളാന്റെ ഹബീബീസ് ഈ സമുദായത്തെ അവിടുത്തെ കരവലയത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഹബീബിനോട് പറയുക, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഹബീബിനോട് പറയുക. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കാം, എന്നാലും ഹബീബ് നബിയോടുള്ള ബന്ധം ശക്തമാണെങ്കിൽ ഇന്നാതി ദംബൻ ഫമാ അഹ്ദീ ബിമുൻതഖിലി മിനൻ നബി വലാ ഹബിലി ബിമുൻസ്വരിമി മൗലായ സ്വല്ലി വസാം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ തെറ്റുകൾ ചെയ്തിരിക്കാം, കുറ്റങ്ങൾ പ്രവർത്തിച്ചിരിക്കാം, പക്ഷേ എന്റെ ഹബീബിനോടുള്ള ബന്ധം ശക്തമാകുന്നു. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും സ്വഹാബത്ത് ഹബീബിനോടല്ലേ ചെന്ന് പറഞ്ഞിരുന്നത്. നമുക്കറിയാമല്ലോ, ഉഹുദ് യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയായിരുന്നു. ആ ജാബിറിന്റെ ഉപ്പ ഉഹുദിൽ വെച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ബാപ്പ മരിച്ചു പോയത്. അവസാനം കടക്കാര് വന്നിട്ട് ജാബിറിനോട് പറയുന്നു, ജാബിറെ ഉപ്പ പൈസ തരാനുണ്ട്, ഉപ്പ പൈസ തരാനുണ്ട്. അവരോട് പറയുന്നു, ഈത്തപ്പന മരം കുലക്കട്ടെ, അത് പഴമാകുമ്പോൾ നിങ്ങളുടെ കടം ഞാൻ വീട്ടിൽ തരാം. 6 or 7 മരങ്ങളാണ് ജാബിറിനിക്കുള്ളത്. അവസാനം പഴം പാകമായപ്പോൾ ജാബിർ ആ മരങ്ങളിലേക്കൊന്ന് നോക്കി പോകുന്നു. ആ ഈത്തപ്പഴം മുഴുവൻ പറിച്ചാലും ഒരാളുടെ കടം പോലും മുഴുവനായിട്ട് വീട്ടിൽ കൊടുക്കാൻ തികയില്ല. അവസാനം കടക്കാർ ശല്യം ചെയ്യൽ തുടങ്ങിയപ്പോ ഫത്വറഖ്തു ബാബ റസൂലില്ലാഹ്, കടക്കാരുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫത്വറഖ്തു ബാബ റസൂലില്ലാഹ്, അള്ളാന്റെ ഹബീബിന്റെ വീടിന്റെ വാതിൽ രാത്രി ചെന്ന് മുട്ടി. തുറക്കാന്ന് പറഞ്ഞ രാത്രി മുട്ടിന, രാത്രി വാതിൽ മുട്ടി. തുറഖ്തു ബാബ റസൂലില്ലാഹ്, അള്ളാന്റെ ഹബീബിന്റെ വാതിൽ ഞാൻ രാത്രി സമയത്ത് ചെന്ന് മുട്ടി. മുട്ടിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മൻ, ആരാണെന്ന് ചോദിച്ചു വാതിലിക്കൽ. ഫഖുൽതു അന, ഞാനാണെന്ന് മറുപടി പറഞ്ഞു. അപ്പൊ അള്ളാന്റെ ഹബീബ്, എന്താ ഞാൻ? ഈ ഞാൻ എന്ന് പറഞ്ഞ ആൾക്ക് പേരില്ലേ എന്ന് ചോദിച്ചു. ഫഖുൽതു ജാബിർ ബിൻ അബ്ദുല്ലാഹ്, ഞാൻ ജാബിർ ആണെന്ന് മറുപടി പറഞ്ഞു. അള്ളാന്റെ ഹബീബ് വാതിലങ്ങോട്ട് തുറന്നു. എന്താ ജാബിറെ രാത്രി സമയത്ത് പോകുന്നത്? ഒന്നുമല്ല നബിയെ, ബാപ്പ മരിച്ചു, ഒരുപാട് കടണ്ട്. ഇതുവരെ ഈത്തപ്പഴത്തിന്റെ പേരും പറഞ്ഞ് അവരെ ഒതുക്കി നിർത്തിയിരുന്നു. ഇനി അതിന് പറ്റൂല. ഇനി എന്റെ മുമ്പിലുള്ളത് ഹബീബായ നബിയെ അങ്ങ് മാത്രമാണ്, ഒരു വഴി പറഞ്ഞു തരിക. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ജാബിറെ, നീ പൊയ്ക്കോ, രാവിലെ ആ തോട്ടത്തിൽ നിന്ന് പഴങ്ങളൊക്കെ അറുത്തു വെക്കുക,
എന്നിട്ട് കടക്കാരോടൊക്കെ വരാൻ പറയുക, അതിന് ശേഷം എന്നെ വന്ന് വിവരം അറിയിക്കുക. പറഞ്ഞതുപോലെ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു. അള്ളാന്റെ ഹബീബ തോട്ടത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന കടക്കാർ ഓരോരുത്തരെയും വിളിക്കുന്നു. അവരുടെ കടങ്ങളെല്ലാം ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ കൊടുക്കുന്നു. എല്ലാവരും അവർക്ക് കിട്ടാനുള്ള കടം മേടിച്ചുകൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവസാനം ആ തോട്ടത്തിൽ ഞാൻ ബാക്കിയായി, ഹബീബ് റസൂലുള്ളാഹിയും ബാക്കിയായി, അറുത്തുവെച്ച ഈത്തപ്പഴവും അവിടെ ബാക്കിയായി. കടക്കാർക്ക് കൊടുത്തതുപോലെ ഒരു പഴം പോലും അതിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. ബിബറക്കത്തി സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു വലിയ സാത്വികനായ സ്വഹാബി വര്യനാണ്. എങ്ങോട്ട് പോകുമ്പോഴും തലയിൽ ഒരു തൊപ്പി ഉണ്ടാകും. യർമൂക്കിന്റെ പടക്കളത്തിൽ സ്വഹാബത്ത് യുദ്ധം ചെയ്യുന്നു. ആരവങ്ങൾ അടങ്ങിയപ്പോൾ എല്ലാവരും യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ഖാലിദ് ആ പടക്കളത്തിൽ നിന്ന് പോരുന്നില്ല, വല്ലാതെ തെരയുകയാണ്. എന്തോ കാര്യമായിട്ട് ഇങ്ങനെ തെരയുന്നു. കൂട്ടുകാര് ചോദിച്ചു, ഖാലിദേ എന്താണ് നിങ്ങൾ തെരയുന്നത്? മക്കളെ, ഞാൻ എന്റെ തലയിൽ ഒരു തൊപ്പി വെച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ തൊപ്പി ഇവിടെ കാണുന്നില്ല. അവര് പറയുന്നു, ഇനി അത് കിട്ടിയാലും അത് ഉപയോഗയോഗ്യമല്ല. കാരണം കുതിരയുള്ള കുളമ്പടികൾ കൊണ്ടിട്ട് അത് പിന്നിപ്പോയതായിരിക്കും. അത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് പോരോ, നമുക്ക് പിന്നെ ആലോചിക്കാം. ഖാലിദ് പറയുന്നു, ആ തൊപ്പി കിട്ടിയിട്ടല്ലാതെ ഞാനിവിടുന്ന് പോരുകയില്ല. അവസാനം അവരും അങ്ങനെ തെരയാൻ തുടങ്ങി. അവസാനം മണ്ണിന്റെ അടിയിൽ പെട്ടുപോയ ഒരു തൊപ്പി അവർക്ക് ലഭിക്കുന്നു. അവർ അത് ബഹുമാനപ്പെട്ട ഖാലിദിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കുന്നു. ഫഅഖദഹാ വഖബ്ബലഹാ, ആ തൊപ്പി തന്റെ കയ്യിൽ മേടിച്ചുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മുത്തം കൊടുക്കുകയാണ്. കൂട്ടുകാർക്കറിയുന്നില്ല ഈ തൊപ്പിയും ഖാലിദും തമ്മിലുള്ള ബന്ധം എന്താണ്. അവരിങ്ങനെ അത്ഭുതത്തോട് കൂടെ നിൽക്കുമ്പോൾ ഫശഖഹാ, അവരുടെ മുമ്പിൽ വെച്ച് ആ തൊപ്പി അങ്ങോട്ട് പൊളിക്കുന്നു. അവിടെ നോക്കുമ്പോൾ ഫഇദൻ ഫീഹാ ശഅറുൻ മിൻ ശഅറാത്തിൻ നബി ഫീ ഖലൻസുവതി ഖാലിദ് ബിനുൽ വലീദ്. ഖാലിദിന്റെ തൊപ്പിയുടെ ഉള്ളിൽ അള്ളാന്റെ ഹബീബിന്റെ മുടി കഷ്ണമുണ്ടായിരുന്നു. ഖാലിദിനിക്ക് കിട്ടിയതായ മുടി അവിടുത്തെ തൊപ്പിയുടെ ഉള്ളിൽ അങ്ങോട്ട് തുന്നിപ്പിടിപ്പിച്ചിരിക്കുകയാണ്. ആ തൊപ്പി ഇട്ടിട്ടാണ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. ആ തൊപ്പിയെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് മശായിഖന്മാരിൽ ഒരാളായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, വലം യശ്ഹദ് ബിഹാ ഖിതാലൻ ഇല്ലാ റുസിഖൻ നസ്റാ. ആ തൊപ്പി തലയിൽ വെച്ചിട്ട് ഖാലിദ് ഏത് യുദ്ധക്കളത്തിൽ പോയാലും വിജയം സുനിശ്ചിതമാണ്. ബിബറക്കത്തി ശഅറാത്തിൻ നബി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു ശറഫാക്കപ്പെട്ട മുടിയുടെ ബർക്കത്ത് കൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുസ്തഫായ നബിതങ്ങളെ മുറുകെ പിടിക്കുക. ജീവിതത്തിൽ ഒരു ആനന്ദമായി, ജീവിതത്തിൽ ഒരു ആവേശമായി, ജീവിതത്തിൽ ഒരു കവിതയായി, ജീവിതത്തിൽ ഒരു ജ്വാലയായി അള്ളാന്റെ ഹബീബിനെ നമ്മൾ മുറുകെ പിടിക്കുക. അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യുക. സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടുത്തെ അപദാനങ്ങൾ ജീവിതത്തിൽ പാടിയും പറഞ്ഞും പകർന്നും പുലർന്നും മുസ്തഫായ നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വലാത്തുൻ നാരിയ, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ്. ആരാണ് മുഹമ്മദ്? തൻഹല്ലു ബിഹിൽ ഉഖദൂ, എല്ലാ കെട്ടുകുടുക്കങ്ങളും ഹബീബ് റസൂലുള്ളാഹിനെ കൊണ്ട് അഴിഞ്ഞു പോകുന്നു. വതൻഫരിജു ബിഹിൽ ഖുറബൂ, എല്ലാ വിഷമങ്ങളും തുറന്നു കിട്ടുന്നു. വതുഖ്ലാ ബിഹിൽ ഹവായിജ്, ഏത് ആവശ്യങ്ങളും ഹബീബിനെ
കൊണ്ടങ്ങോട്ട് നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് ഹബീബിനെ കണ്ടിട്ടില്ലല്ലോ, അവിടെ കണ്ടവരെയും കണ്ടിട്ടില്ല, അവരെ കണ്ടവരെയും കണ്ടിട്ടില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള വഴി എന്താണ്? ഹബീബിനെ സ്നേഹിക്കുക. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു മാർഗമാണ് അവിടുത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കുക. അതുപോലെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മുസ്തഫ നബിയുടെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ചെറുപ്പക്കാരാ, ഒരു ചെറിയ ഉദാഹരണം പറയാ. നിങ്ങൾ ഇങ്ങനെ യാത്ര പോകുന്നു, വല്ലാതെ വെള്ളത്തിന് ദാഹിക്കുന്നു, അടുത്ത് കണ്ട ഒരു ഫ്രൂട്ട്സ് കടയിൽ ഒരു കൂൾബാറിൽ അങ്ങോട്ട് കയറുന്നു. അവിടെ നിന്നൊരു പെപ്സിയുടെയോ ഒരു സെവനപ്പിന്റെയോ ബോട്ടിൽ വാങ്ങുന്നു. അവിടെ നിന്നുകൊണ്ട് വളരെ കൂളായിട്ട് അതങ്ങോട്ട് പൊട്ടിക്കുന്നു. ഒരൊറ്റ കവിളിന് ആ ഒരു ബോട്ടിലുള്ള വെള്ളം മുഴുവനും നിന്റെ വയറ്റിലേക്ക് നീ ആക്കുന്നു. നിന്റെ വലത് കൈയിൽ മൊബൈൽ ഫോണാണ്, ഇടത് കൈയിലാണ് ആ ഗ്ലാസോ കുപ്പിയോ പാത്രമോ നീ പിടിച്ചത്. ഒരു സെക്കൻഡ് സമയം നീ ഒന്ന് ചിന്തിച്ചാൽ ഒരൊറ്റ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അള്ളാന്റെ ഹബീബിന്റെ 5 സുന്നത്ത് നിനക്ക് കിട്ടുമല്ലോ. ഒരു പെപ്സിയുടെ കുപ്പി നീ അങ്ങോട്ട് മേടിച്ചിട്ട് അള്ളാന്റെ ഹബീബ് നിന്നോട് പറഞ്ഞതെന്താണ്? കുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് തിന്നുക, കുടിക്കുക. ആ കുപ്പി വലത് കൈയിൽ അങ്ങോട്ട് പിടിച്ചാൽ ഒരു സുന്നത്തിന്റെ കൂലി കിട്ടി. വസ്മില്ല, ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ വെള്ളം കുടിക്കുമ്പോൾ നിനക്ക് 2ാമത്തെ സുന്നത്തും ലഭിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ഇരുന്നു കൊണ്ട് നീ വെള്ളം കുടിക്കുക. അവിടെ കസേരയിൽ ഇരിക്കുമ്പോൾ 3ാമത്തെ സുന്നത്ത് നിനക്ക് കിട്ടുന്നു. എല്ലാം ഒറ്റ ഇറക്കിനങ്ങോട്ട് വയറ്റിലാക്കുന്നതിന് പകരം 3 മുറുക്കായിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 4ാമത്തെ സുന്നത്തും നിനക്ക് ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വഖുൽ അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ല മോനെ ചൊല്ലു. 5ാമത്തെ സുന്നത്തും നിനക്ക് ലഭിക്കുന്നു. ഒരൊറ്റ ഗ്ലാസ് വെള്ളത്തിലൂടെ ഹബീബ് റസൂലുള്ളാഹിന്റെ 5 സുന്നത്താ നിനക്ക് ലഭിക്കുന്നത്. നിന്റെ മനസ്സിനിക്ക് വല്ലാത്ത സമാധാനം ലഭിക്കുന്നു, വല്ലാത്ത ശാന്തി ലഭിക്കുന്നു. അപ്പൊ ഹബീബിനെ സുന്നത്ത് മുറുകെ പിടിക്കുക. റസൂലുള്ളാഹിന്റെ മേലിൽ